എടുത്ത് തിന്നും. അണ്ടോ ഇവിടുന്ന് എല്ലാം നുള്ളി പറക്കുന്നോ? ആ എല്ലാം ഞാൻ തരത്തില്ല. എനിക്ക് സുബിന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് ഇന്നത്തെ വീഡിയോ അല്ലേ, ഇന്നലത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വലിയ വീഡിയോ തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, ദൈവമേ ഇൻട്രോ വീഡിയോ ഞാൻ പിന്നെ എടുക്കാൻ മറന്നല്ലോ എന്ന്. അപ്പോൾ ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. ഇന്നലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, എനിക്ക് കുക്ക് ചെയ്ത് തരുന്നു, എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പോന്നു, അങ്ങനത്തെ ഉള്ള ഒരു ചെറിയ വ്ളോഗാണ്. പിന്നെ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ചെറിയൊരു സൺഡേ വ്ളോഗ് കൂടെ, എനിക്കറിയത്തില്ല ഗൈസ്, എല്ലാം കൂടെ കൂടി കലർന്ന എല്ലാം കൂടെ ഒരു ഇൻക്ലൂഡ് ചെയ്ത ഒരു വലിയൊരു വ്ളോഗാണ്. ഞാൻ ആദ്യത്തെ ശനിയാഴ്ചത്തെ വ്ളോഗ് തന്നെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സാറ്റർഡേ വ്ളോഗ് മാത്രമായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ അതിനകത്ത് ടോട്ടൽ 48 മിനിറ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്ത വീഡിയോ. അത് ഞാൻ എഡിറ്റ് ചെയ്ത് 15 മിനിറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ സൺഡേ വ്ളോഗ് എടുത്തപ്പോൾ അത് അതിലും കൂടുതലുണ്ട് ഗൈസ്. എല്ലാം കൂടെ ഒരു വലിയ വ്ളോഗാണ്. എൻ്റെ ചാനലിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു വ്ളോഗ് വരുന്നത്. എനിക്ക് നേരത്തെ ഭയങ്കര പരാതി കുറച്ചിലായിരുന്നു, എൻ്റെ ചാനലിൽ മാത്രം ഇത്രയും ചെറിയ ഞാൻ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഏറ്റവും കുറച്ചേ എടുത്തുള്ളൂ. എന്നാൽ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഒരുപാടൊന്നും വെട്ടിക്കുറയ്ക്കേണ്ട, ആവശ്യമുള്ളതെല്ലാം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു വ്ളോഗല്ല, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് കലങ്ങിയ ഒരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിന് എന്ത് പേര് പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് വന്നിട്ട് പറയൂ. ഇൻട്രോ ഒരുപാട് വലിച്ചു നിട്ടില്ല, എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വന്നിട്ട് പറയൂ. ബൈ. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ഈ വിറവായതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, അമ്മ കൊണ്ടുവന്നെയാണ് കേട്ടോ ഈ വിറവും ഈ മുട്ടയും. പിന്നെ അമ്മ വന്നപ്പം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, എനിക്ക് മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിക്കനും ബീഫും അതൊന്നുമല്ല ഇഷ്ടം, എനിക്ക് ഇതുപോലെ മീൻ കറിയും മീൻ വറുത്തതുമാണ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ്. അതുകൊണ്ട് അമ്മ വരുമ്പോൾ മാത്രമേ മീൻ കറി നല്ല ടേസ്റ്റോടു കൂടി നമ്മൾ കൂട്ടത്തുള്ളൂ. നമ്മളെന്ന് ഉദ്ദേശിച്ച വേറെ ആരെയല്ല, ഞാനും എൻ്റെ അഖിൽചേട്ടനുമാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോൾ 3 സൈസ് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പം ട്രാൻസ്ഫർ ആയി പോയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ ആഴ്ചയിലാണ് വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ വരുമ്പോൾ ഇതുപോലെ മീൻ കൊണ്ടുവരും, മീൻ മേടിച്ചിട്ട് വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ, ഇവിടെ ഈ അടുപ്പ് കത്തിച്ച് തരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പടുത്ത വട്ടം തൊട്ട് വന്നപ്പം തൊട്ട് അമ്മ എന്നെ അടുപ്പ് കത്തിക്കാൻ പഠിപ്പിച്ചെന്ന്. അപ്പോൾ ഈ അടുപ്പിൽ ആദ്യം വെക്കുമ്പോൾ നല്ല ഉണങ്ങിയ വിറവ് വെച്ചില്ലെങ്കിൽ കത്താൻ ഭയങ്കര പാടാണ് ഗൈസ്. എന്തായാലും ഞാൻ 2 വട്ടം കത്തിച്ചത്, ഒരു വട്ടം ഞാൻ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുത്ത് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രണ്ടാമത്തെ വട്ടം എനിക്കൊരു 10 മിനിറ്റ് പോലും എടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അമ്മ എന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനും വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എന്നെ വഴക്ക് പറയുകയാണ്, ഈ കുന്തറാണ്ടം കൊണ്ടൊന്ന് പോവാമോ എന്ന് പറയും. ഞാൻ പറഞ്ഞ അല്ല, പറ്റത്തില്ല, എനിക്ക് വീഡിയോ എടുത്തേ പറ്റത്തോളം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു, അതിൻ്റെ മണ്ടയെ ഒരു കലത്തി ഒരു ഇച്ചിരി വെള്ളം കൂടെ വെച്ചു. അപ്പോഴാണ് സുലാമ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊന്ന് ഇൻസുലിൻ കുത്തി തരാം. കാര്യം ചേച്ചി എവിടെ ഇല്ലായിരുന്നു, എൻ്റെ എക്സാമിന് വേണ്ടി പോയേക്കുമായിരുന്നു. ചേച്ചി ഇല്ലാത്തപ്പോൾ സുലാമയ്ക്ക് ഈ ഇൻസുലിനൊക്കെ കുത്തി കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇൻസുലിൻ കുത്തി കൊടുത്ത് അറിയാതെ അങ്ങ് തടവാൻ വന്നു കേട്ടോ. തടവി കൂടെ ഷുഗറിൻ്റെ ആണല്ലോ, നിങ്ങൾക്കൊക്കെ ഇൻസുലിൻ കുത്തുന്നവർക്കാണെങ്കിൽ അറിയാം. അതിനുശേഷം ഞാൻ കറിവേപ്പില പറിക്കാൻ പോയി. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഗൈസ് പറയുന്നത്, കറിവേപ്പിലെന്നാണോ കറിവേപ്പെന്നാണോ എങ്ങനെയാണ്, ഇതെന്താ ഈ ആക്ഷൻ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരം ഞാൻ എന്തോ ഒരു ആക്ഷൻ ഇട്ട്, പിന്നെ ഞാനും അമ്മയും കൂടെ അടി ഉണ്ടാക്കി എന്തിനാണെന്ന് വിചാരിച്ചതാണ്ട് ഈ ഒരു മാക്സി ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ അമ്മ വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ വഴക്ക് പറയുന്നതല്ല, അമ്മയ്ക്ക് അമ്മയുടെ കൂടെ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് പോയി ഡ്രസ്സ് മാറാനും എനിക്കങ്ങ് വയ്യായിരുന്നു. അതുകൊണ്ട് മാക്സി ഇട്ടുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറയുമോ, ഇത്രയും വലിയ മാക്സി ഇട്ടുകൊണ്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ പുറത്ത് പോയി മീൻ കണ്ടിക്കുമായിരുന്നു. മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, തേടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീൻ കറിയാണ്. ഇപ്പം ഞാനൊരു 100 വട്ടം പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, സോറി ഗൈസ്. പിന്നെ ആദ്യം അതിനകത്ത് കടുക് ഇട്ടു, ഉലുവ ഇട്ടു, പിന്നെ ഇനി കറിവേപ്പില ഇടുന്നു, പിന്നെ അവിടെ വെളുത്തുള്ളി, ഇഞ്ചി, മറ്റേ കൊച്ചുള്ളി, വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് അമ്മയുടെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് ഇതിനകത്ത് മീൻകറി കാണുമ്പോൾ അയ്യോ ഇതെന്തോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് അങ്ങനെ കുറഞ്ഞു പോയാൽ അവർ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഗായ്സ് എനിക്ക് എൻ്റെ അമ്മയുടെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വെക്കുന്നതും അഖിൽച്ചേട്ടൻ വെക്കുന്നതിലും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻകറി, ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മ വെക്കുന്ന മീൻകറിയാണ് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ അമ്മമ്മ വെക്കുന്ന മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ ഇങ്ങനെ കുഞ്ഞു വാ ഇവിടെ വന്നിട്ട് ഇനിയെങ്കിലും നീ മീൻകറിയൊക്കെ വെക്കാൻ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഇതെല്ലാം പറഞ്ഞു തരുവാണ് കേട്ടോ. ആഴ്ചയൊന്നും വരാൻ പറ്റത്തില്ല, വയസ്സ് ഇത്രയായി, ഇനിയെങ്കിലും ഒരു മീൻകറിയെങ്കിലും നന്നായിട്ട് വെച്ച് പഠിക്കണം എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മീൻകറി വെച്ചാൽ നന്നായിട്ട് പഠിക്കും കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, അതിനെന്തെങ്കിലും കുഴപ്പം കാണും. ഇവിടെ ഇരുന്ന് വിറവെല്ലാം എൻ്റെ അമ്മയെടുത്ത് അടുക്കി അവിടെ അതിൻ്റെ ഹത്ത് കയറ്റി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരച്ച മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 2 സൈസ് മീൻകറി എപ്പോഴും അമ്മ വരുമ്പോൾ വെക്കുന്നത് എന്തിനാണെന്ന് ആരോ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. 2 സൈസ് മീൻകറി എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മൾ തൊടാറേ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞാൽ അതങ്ങ് ഫ്രിഡ്ജിൽ കയറ്റും, അത് പിറ്റേ ദിവസം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാര്യം അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് വരത്തില്ലേ. ഇപ്പോൾ അമ്മ പറഞ്ഞു ഈ വട്ടം വന്നപ്പോൾ പറഞ്ഞു ഇനി എല്ലാ ആഴ്ചയിലും വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചക്ക ഉണ്ടെങ്കിൽ ചക്കയും കൂടെ വെച്ച് തരുമോന്ന്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പണ്ട് എനിക്ക് കണ്ണിന് ദൃഷ്ടിക്ക് കണ്ടുകൂടാത്ത സാധനമായിരുന്നു ഈ ചക്കയും ചീനിയും. ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ചീനി എന്നാലും ഞാൻ കൂട്ടുമെങ്കിൽ ചക്ക എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ചക്കയും മീൻകറിയും കൂടെ കൂട്ടാം, അത് നല്ല 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 അടിപൊളി മീൻകറിയാണെങ്കിൽ ഒരു ഭയങ്കര ടേസ്റ്റും കൂടെ അല്ലേ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് തോന്നാണ് ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെ തൊലിച്ചും കൂടെ തരാൻ പറയുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ തൊലിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരെണ്ണം തൊലിക്കുന്ന സമയത്ത് അമ്മ അതിൻ്റെ 10 എണ്ണം തൊലിച്ചു വരികയും കഴിയും കേട്ടോ. അമ്മ എന്നിട്ട് അമ്മയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ഓരോ വിശേഷങ്ങൾ, ഒരാഴ്ചത്തെ വിശേഷങ്ങൾ കിടപ്പിയില്ലേ അവിടുത്തെ, അപ്പോൾ അതെല്ലാം പറയുവാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയണേ കുക്കു ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കില്ല, അത് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനമാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചക്ക. ചക്കയൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് വെട്ടും കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വെട്ടി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ചക്ക ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അഖിൽച്ചേട്ടനും ഇഷ്ടമാണ്. പണ്ട് അഖിൽച്ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചക്ക തിന്നത് എങ്ങനെയാണെന്നറിയാമോ എൻ്റെ അഖിൽച്ചേട്ടൻ. അമ്മ പറഞ്ഞു ഏട്ടാ ഈ ചക്ക തിന്ന്. അപ്പോൾ പറഞ്ഞു മനുഷ്യമ്മ എനിക്കിഷ്ടമല്ല, നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയതാണ്ട് ഇവിടെ കാറ് കിടപ്പുണ്ട്, നിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ എടുത്തുകൊണ്ട് പോകാം, എന്തായാലും ഒന്ന് തിന്ന് നോക്ക്, നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അഖിൽച്ചേട്ടൻ തിന്നപ്പോഴാണ് അഖിൽച്ചേട്ടൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ തൊട്ട് തിന്നുമായിരുന്നു. പിന്നെ നമ്മുടെ ചക്കയുടെ ബാക്കി വേസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ അമ്മ തെങ്ങിൻ്റെ ചൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തെങ്ങിന് നല്ല വിളവാണെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ എല്ലാം നമ്മുടെ പറമ്പെല്ലാം നല്ല കാട് കയറി കേട്ടോ. ഇതെന്തിനാണ് ഞാൻ സൂം ചെയ്തതെന്ന് വിചാരിച്ചാൽ മുമ്പത്തെ വ്ളോഗിനകത്ത് നിങ്ങളൊരു കുഞ്ഞു പ്ലാവ് വെട്ടിയതിൻ്റെ വീഡിയോ ഇല്ലേ, ആ പ്ലാവാണ് കേട്ടോ. അരി ഇട്ടത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പുറകിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അമ്മ കുറേ ഇഞ്ചി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇഞ്ചി പറിച്ചതിന് ശേഷം ബാക്കി വന്നത് വേറൊരു ഗ്രോ ബാഗിലോട്ട് നട്ടു വെച്ച്. ഇപ്പോൾ അമ്മ വീട്ടിലില്ലാത്തതിൻ്റെ ഗുണമാണ് ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാടാവത്തില്ല കേട്ടോ. ഇതൊരു ഇമാതിരി ഇച്ചിരി എക്സ്ട്രീം കാടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഫുള്ളോടെ ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോം ടൂർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് കുറച്ച് പണിയും കൂടെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ ഈ തറയിലൊക്കെ തറയോടിടണം. പിന്നെ അടുക്കളയിൽ മറ്റേ ഇതുപോലെ മറ്റേ നമ്മളിങ്ങനെ തുറക്കുന്ന അടയ്ക്കുന്ന എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അതൊക്കെ ഇടണം. അങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഫുള്ളോടെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ബാക്കി 2 ഇഞ്ചി പൊറോഷത്തിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് വരാൻ അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെടുക്കാൻ പോകുന്നതിൻ്റെ ഷോയാണ് നിങ്ങൾ ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഈ കുഞ്ഞത് ഈ ഗ്രോ ബാഗിൽ നടാം, മറ്റേതിൽ നടാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഓരോന്നിലും ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മേനെ വഴക്കും പറയുന്നുണ്ട്, കുക്കു ഇത് കണ്ടോ കാട് പിടിച്ച് കിടക്കുവാണ്, മറ്റേതാണ് മറിച്ചേതാന്ന് പറഞ്ഞ് എന്നെ വഴക്കും കൂടെ പറയുന്നുണ്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും കാടാവത്തില്ലായിരുന്നു ഗൈസ്. കാര്യം അമ്മ ഇങ്ങനെ കൃഷി നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയങ്ങ് കാടൊക്കെ അങ്ങ് പറിച്ചേനെ. എന്താല്ലേ എന്തൊരു ഇതായിട്ട് പറയുന്നത്. ഈ നെല്ലി കിളിച്ച് കേട്ടോ, ഇച്ചിരി നല്ല വൃത്തിയായിട്ട് നെല്ലി അങ്ങ് കിളിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ എൻ്റെ നാക്കി ഒരു കെട്ട ചുണ്ണാമ്പ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് അങ്ങ് ഫലിക്കും. അതുകൊണ്ടാണ് അമ്മ അവിടെ തെങ്ങ് പാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 3-4 തെങ്ങ് കിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് തെങ്ങിൻ്റെ മണ്ടയിൽ ഇതുപോലെ മറ്റേ പൊടി കിടക്കുന്നത്, കിണറിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തൂത്ത് കളയാൻ പറഞ്ഞ്. അങ്ങനെ ഞാനൊരു ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ തൂത്ത്. അപ്പോഴത്തേനും അമ്മ അവിടെ നിന്ന് റോസ് കെട്ടി വെക്കുമായിരുന്നു, ഒരു കമ്പി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വഴക്ക് പറയും, കുക്കു ഇത്രയും നാളായിട്ട് കുക്കു കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ പാഷൻ ഫ്രൂട്ട് കിളിച്ച് കിടപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. അതമ്മ പിടിച്ച് കെട്ടി വെച്ച് തരുവാണ്. എന്നിട്ട് അമ്മ പറയുകയാണ് ഇതില്ലെങ്കിൽ വെട്ടി കളയണം. അപ്പോൾ ഞാൻ പറഞ്ഞ വെട്ടിയൊന്നും കളയണ്ട,
ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അപ്പുറത്തോട്ട് പോയിട്ട് കുറേ ഉണ്ടമുളക് നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചിട്ട് വന്നു. അപ്പോഴത്തേനും വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ലതായിട്ട് ഉണക്കണ്ടേ, ഇച്ചിരി ഒരു വെയിലുണ്ടായിരുന്നു. എന്നാലും കാർമേഘങ്ങൾ ഇതുകൊണ്ടാണ്ടോ നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ആകാശത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ അകൽ ചേട്ടൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇന്ന് അമ്മയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ്സ് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ്സ് ഒരുമിച്ചാണ് ഗൈസ് ഇട്ടേക്കുന്നത് കഴുകാൻ. ഇല്ലെങ്കിൽ സാധാരണ അങ്ങനെ ഇടാറില്ല. അഖിൽ ചേട്ടൻ്റെ ഡ്രസ്സ് വേറെ കഴുകും, എൻ്റെ ഡ്രസ്സ് വേറെ കഴുകും. അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ ഈ ബോയ്സിൻ്റെയൊക്കെ ജീൻസൊക്കെ കഴുകണമെങ്കിൽ കുറച്ച് സമയം എടുത്ത് നല്ലതായിട്ട് കഴുകണ്ടേ. എൻ്റെ ഡ്രസ്സിലൊന്നും അത്രയ്ക്ക് അങ്ങ് അഴുക്ക് കാണത്തില്ല. അഖിൽ ചേട്ടൻ്റെ ഡ്രസ്സിലും അങ്ങനെ അഴുക്കൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ഇട്ടാണ് എപ്പോഴും കഴുകുന്നത് കേട്ടോ. അഖിൽ ചേട്ടനായാലും സെപ്പറേറ്റ് ഇട്ടേ കഴുകത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുണി കഴുകാൻ ഇടും, പക്ഷേ എന്നാലും നമ്മൾ സെപ്പറേറ്റ് ഇട്ടേ കഴുകാറുള്ളായിരുന്നു. ഇതിപ്പോൾ അമ്മ ഇട്ടതുകൊണ്ട് അമ്മ എൻ്റെ അഖിൽ ചേട്ടൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട്, അത് മാത്രമല്ല നമ്മൾ വീട്ടിൽ ഇടുന്നത് വേറെയും കഴുകും, പുറത്തിടുന്നത് വേറെയും, സെപ്പറേറ്റ് ആണ് എല്ലാം ഇങ്ങനെ കഴുകുന്നത്. ഇത് അമ്മ ഇട്ടപ്പോഴാണെങ്കിൽ വീട്ടിൽ ഇടുന്നതും നല്ലതും എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കഴുകി. നിങ്ങളിങ്ങനെയാണെങ്കിൽ പറയണേ കേട്ടോ, ഞങ്ങളിങ്ങനെയാണ് കഴുകുന്നത്. പക്ഷേ കറണ്ട് ചാർജ് കൂടുമെങ്കിലും നമ്മൾ ഓരോന്നിൻ്റെ രീതിക്കാണ് കഴുകിയിടുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിനൊക്കെ നല്ല മണമാണ് കേട്ടോ. ഇല്ലെങ്കിൽ മണം വരും കഴിച്ച്, കംഫോർട്ട് ഒഴിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അതായിരിക്കുമല്ലോ ചിന്തിച്ച്, ഞാൻ ഇപ്പോൾ അതാ ചിന്തിച്ച്. പക്ഷെ ഞാൻ എന്തിനല്ലേ ഈ വിഡിത്തൊക്കെ പറയുന്നത്, എന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ച് പറയുവാണ്. പിന്നെ ഞാൻ പാൻറ്റൊക്കെ ആണെങ്കിൽ തറയിൽ വിരിച്ചിട്ട്, നല്ല കാറ്റായതുകൊണ്ട് 2-3 ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് തറയിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു. ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി ഇട്ടിരുന്നതാണ്. പിന്നെ അപ്പോഴത്തേനും അമ്മ പറഞ്ഞു പയറും മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് കണ്ടോ വെള്ളം കൂടെ വെച്ചപ്പോഴത്തേനും വെള്ളം തിളച്ച് കണ്ടോ, വെള്ളവും കൂടെ വെക്കാമെന്ന് പറഞ്ഞു. ഈ അടുപ്പ് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ഈ വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 4.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പാലിയാച്ചിൻ്റെ സമയത്താണ് ഗൈസ് ഈ അടുപ്പ് കത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ അടുപ്പ് കത്തിക്കുന്നത്. പിന്നെ അപ്പോഴത്തേന് ചീനിയൊക്കെ റെഡിയായി, മീൻകറിയൊക്കെ റെഡിയായി. അപ്പോഴത്തേനും അമ്മ പറഞ്ഞു പയറും മെഴുക്കുവരട്ടി അങ്ങോട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുവാണ്. നമുക്കെല്ലാം ഇച്ചിരി മതി കേട്ടോ. കാര്യം ഞാനും അഖിൽ ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ശകലം മാത്രമേ കഴിക്കൂ. പിന്നെ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ശകലവും കൂടെ വെക്കും. അമ്മയ്ക്ക് ഒരുപാടൊന്നും വേണ്ടായിരുന്നു. പിന്നെ ചീനിയുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരിച്ചിരി അമ്മാമ്മയ്ക്കും കൂടെ കൊടുത്തു വിടാനുള്ളതായിരുന്നു. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി പോലും വേണ്ട. നമ്മൾ വളരെ കുറച്ചാണ് ഫുഡ് കഴിക്കുന്നത്. എന്നാൽ പുറത്തെ ആഹാരം നല്ലതായിട്ട് കഴിക്കും. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയണം, ആ വൃത്തിയുടെ മാക്സ് കൊണ്ട് ഊരിയിട് കുക്കൂ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയണം. അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞാൻ മാക്സ് ഇങ്ങനെ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു അമ്മായിമ്മയുടെ റോളായിരുന്നു. പിന്നെ ആണെങ്കിൽ ചീനി ഇതെല്ലാം റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വായിലങ്ങ് വെള്ളം ഊറുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം കഴിക്കണം. അതുപോലെ തന്നെ അഖിൽ ചേട്ടൻ എനിക്ക് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും തിന്നാനോ മേടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് അപ്പം പൊട്ടിച്ച് തിന്നണം. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. എനിക്കാണെങ്കിൽ അപ്പം തിന്നണം, അതുപോലുള്ള ഒരു സ്വഭാവമാണ് എനിക്ക്. അമ്മ ഏതായാലും 2 കൂട്ടം മീൻകറിയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ തന്നെ ഫുഡ് കിട്ടി തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം എന്നും ഡെയിലി വന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് തന്ന അമ്മ എനിക്കിപ്പോൾ ആഴ്ചയെ ഉണ്ടാക്കി തരുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അപ്പം നിങ്ങൾ വിചാരിക്കും നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നൂടേന്ന്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര മടിയാണ്, ഭയങ്കര മടി. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ. പിന്നെ അഖിൽ ചേട്ടനും ഉണ്ടാക്കി തരും കേട്ടോ. അഖിൽ ചേട്ടൻ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. എന്നാലും അമ്മ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് വേറെയല്ലേ. അതുകൊണ്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നതിന് ഭയങ്കര വഴക്ക് വരും കേട്ടോ. കാര്യം ഒന്നെങ്കിൽ എൻ്റെ മീൻകറിക്ക് മുളക് കൂടും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഉലുവ കൂട്ടിയിടും. അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി പഠിക്കണം എന്നുണ്ട്. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി നല്ലതായിരുന്നു എന്ന് അഖിൽ ചേട്ടൻ പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ഒരു തയ്യത്ത് കളയാനും പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, അമ്മ ഇപ്പോൾ ട്രാൻസ്ഫർ ആയിപ്പോയി, പെട്ടെന്ന് തന്നെ അമ്മ തിരിച്ച് ഇവിടെ തന്നെ കൊട്ടാരക്കരയിൽ തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എനിക്ക് എന്നും ഇതുപോലെ നല്ല നല്ല മീൻകറി ഫുഡും കഴിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, എന്താ നീ എന്ത് കഴിക്കാതെ കിടക്കുന്ന വീട്ടിലെയാണോ? അങ്ങനെയല്ല ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ കൊട്ടാരക്കര വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം ഇവിടെ ഉണ്ടാക്കിയതെല്ലാം പകുതി അമ്മാമ്മയ്ക്കും പിന്നെ ചക്കവറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ പകുതി എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അണ്ണൻ്റെ മോളെ പോയി എടുത്തുകൊണ്ട് വന്ന് അവൾ കരയുവാണ് ഗൈസ്. അവൾ വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണ വരുമ്പോൾ കൊണ്ടുവന്ന് തരണേന്ന്. അപ്പോൾ അണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അണ്ണൻ്റെ ഇന്ന് പിടിച്ചു പിടിച്ച് എൻ്റെ കണ്ണുനീരാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കണ്ടോ കണ്ണിനകത്ത് ഇങ്ങനെ വെള്ളം ഇരിക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എത്ര കരഞ്ഞാലും നമ്മളിങ്ങനെ വീഡിയോ ഓൺ ചെയ്താൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്
എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു. അതൊന്നും മേടിക്കുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ ഈ ഐബ്രോ പെൻസിൽ മാത്രം കയ്യെ പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വാ ഞാൻ നെയിൽ പോളിഷ് അടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടൊന്നും അത് നോക്കുന്നേ ഇല്ലായിരുന്നു. എന്നിട്ടും പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ അങ്ങ് കരച്ചിൽ തുടങ്ങി. പിന്നെ അവിടെ ജീരക മിഠായി ഇരിപ്പുണ്ടായിരുന്നു ഈ ഡബ്ബയിൽ. ഞാൻ ഇങ്ങനെ ഇട്ട് കുലുക്കി 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 കാണിക്കുന്നത് അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ തന്നെത്താനെ ഇരുന്ന് കുളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ചേച്ചിയുടെ കൊച്ചാണെങ്കിലും ശ്രീയുടെ മോള് പാറു ആണെങ്കിലും ഇപ്പം ദേവു ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടി കുഞ്ഞു അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് കിടന്ന് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പോട്ടെ, അതിനകത്തോട്ട് നമ്മൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാര്യം, അത് വിട്ടേക്ക്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അഖിൽ ചേട്ടൻ്റെ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് ഇവിടെ പാട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. കാത്തൂൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാത്തൂൻ്റെ പാട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖമാണ് ഗൈസ്. ഇങ്ങനെ ദേവു ആണെങ്കിൽ നന്നായിട്ട് ചിരിക്കും ഗൈസ്. പക്ഷേ എൻ്റെ അടുത്ത് വന്നാൽ അത്രയും ചിരിക്കത്തേ ഇല്ല. അതെന്താ കുറച്ചും കൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം എൻ്റെ അടുത്ത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് കാണിക്കാതെ ചിലപ്പോൾ വല്ല കോപ്പിറൈറ്റും അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല കാത്തുവും പിന്നെ വേറെ ഏതൊക്കെയോ കാർട്ടൂൺ ഞാൻ ഇട്ട് കൊടുത്ത് അതൊക്കെ അങ്ങ് കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ എടുത്ത് തന്നു. അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തറയിൽ പോയി. പിന്നെ അവിടെ വെച്ച് എന്നിട്ട് ഞാൻ ദേവുവിനെ കൊണ്ട് തന്നെ എടുപ്പിച്ച്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുലുക്കി നമ്മുടെ ജീരക മിഠായി ആയതുകൊണ്ട് ഇങ്ങനെ കുലിക്കുമ്പോഴേ നല്ല സൗണ്ട് ഇല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ആടുവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദേവു എൻ്റെ ഫോണിലോട്ട് നോക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പണ്ട് എനിക്കിത് ഓർമ്മ വന്നപ്പോഴാണ്. പണ്ട് ഞാൻ ഈ പാറുവിനെ എടുത്തിട്ട് വരുമ്പോൾ, പാറു ആരാന്നറിയാലോ, ശ്രീയുടെ മോള്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ശ്രീയുടെ മോളെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കാത്തൂൻ്റെ പാട്ടിട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ കാത്തൂൻ്റെ പാട്ട് കേട്ട് ഞാൻ ഉറങ്ങുന്നതല്ലാതെ ഇതുവരെ പാറു എൻ്റെ കയ്യിലിരുന്ന് പാറു എൻ്റെ അടുത്തിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കാത്തൂൻ്റെ പാട്ടിട്ട് ഇവൾ ഇന്ന് വരെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാനാണ് ഉറങ്ങുന്നത്. ഇതുപോലെ ആർക്കെങ്കിലും വല്ല ഇതുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിങ്ങനെ ആടി ഇരിക്കുമ്പോഴേ നമ്മൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര വട്ടം ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ. പക്ഷേ പാറു ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷേ ദേവുവിൻ്റെ കാര്യത്തിൽ ദേവു ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന്. അപ്പം ഞാൻ ജീരക മിഠായി ഉണ്ടല്ലോ എൻ്റെ കൈ വെച്ച്, എന്നിട്ടാണെങ്കിൽ അവൾ കയ്യിൽ ഇങ്ങനെ ഇടുക്കുമായിരുന്നു കേട്ടോ. കളിപ്പിക്കാനും നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഒരെണ്ണം തിന്ന് ആ ഓ കണ്ടോ ആ കയ്യെ വെച്ചിട്ടേ എടുത്ത് തിന്നു. കണ്ടോ ഇവിടുന്ന് എല്ലാം നുള്ളിപ്പറക്കുന്നോ. എല്ലാം ഞാൻ തരത്തില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ് ജീരക മിഠായി തിന്നത്. അതിന് മുമ്പ് തിന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടെറസിൻ്റെ മണ്ടയിട്ട് മറ്റേ മുളകുണ്ടല്ലോ അത് അമ്മ ഒന്നും കൂടെ ചൂടാക്കി. ഇവിടെ എന്താ അമ്മ സുലാമയോട് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ എന്നെ കുറ്റം പറയുവാണ് ഗൈസ്. അത് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ കേട്ടിട്ട് എഴുതുന്നില്ല, കുറേ യൂട്യൂബ് കൊണ്ട് നടക്കുവാണ്. ഞാൻ ഫോൺ എടുക്കുമ്പോഴേ പേടിക്കുന്ന ഒരാളാണ് ദാണ്ട് ഈ നിൽക്കുന്ന അരുണാണ്. ദാണ്ട് തുടങ്ങി അവൾ വീഡിയോ എടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിരിക്കും. അന്നേരം പിന്നെ ഞാൻ കുറച്ചും കൂടെ എടുക്കും. പിന്നെ അമ്മ പോകാൻ നേരത്തെ എനിക്ക് മുന്തിരിങ്ങയും ബ്രെഡും പിന്നെ ചീനിയും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അത് ചീനിയുടെ ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, അതുകൊണ്ടാണ് ഒരു പീസ് മാത്രം കാണിച്ചത്. പിന്നെ മസ്താൻ, ഈ സാധനം അറിയാമല്ലോ, മസ്താൻ എന്നാണ് തോന്നുന്നു പറയുന്നത്. അതും പിന്നെ ഇതൊക്കെ അഖിൽ ചേട്ടൻ വൈകുന്നേരം വന്നപ്പം മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണയും സുബിനും വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയി ദേവുവിനെ പിന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദേവു എൻ്റെ കയ്യിൽ വന്നിട്ട് വീണയുടെ കയ്യിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ വരുന്നില്ല ഗൈസ്. കണ്ടോ ഞാനാണ് എടുത്തുകൊണ്ട് വന്നത്. ആരുടെയെങ്കിലും കയ്യിൽ പോയാൽ പിന്നെ ഞാൻ വിളിച്ചാൽ വരത്തില്ല ഗൈസ്. ഞാൻ പറയും പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. വീണ എൻ്റെ അടുത്ത് ആരാന്ന് ചോദിക്കുവാന്ന്. സത്യം പറഞ്ഞാൽ ദേവു ആണെങ്കിലേ വീഡിയോ നോക്കുവാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉമ്മ കൊടുക്കാൻ നേരത്തോളം അങ്ങ് മോൻ മാറ്റി. എന്നിട്ട് ഞാൻ പിന്നെ ഉമ്മ പിടിച്ചു വെച്ച് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചു പിള്ളേർ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ കൊടുക്കുക. സത്യം പറഞ്ഞാൽ കവിളിൽ ഉമ്മ കൊടുത്താൽ കവിളി ചാടുമെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ഇങ്ങനെ കവിളിലെ ഉമ്മ കൊടുക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പം വീണയാണെങ്കിൽ ഇങ്ങനെ ദേഹത്തിങ്ങനെ ഇട്ട് ആട്ടിക്കൊണ്ട് കിടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ വീണയെടുത്ത് ഞാൻ പറഞ്ഞു, വീണയെ ആട്ടണ്ട, നീ ഗർഭിണിയല്ലേ, വയറൊക്കെ ഇല്ലയോ. അപ്പം പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി, അത്ര വെയിറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവളങ്ങ് നടക്കുമായിരുന്നു. പിന്നെ അഖിൽ ചേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ, അഖിൽ ചേട്ടൻ വരുമ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അഖിൽ ചേട്ടൻ ഇല്ല കൊച്ചു പിള്ളേരെ ഇങ്ങനെ കോക്കറി കൂത്തു. അത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊണ്ടാക്കാൻ നേരത്തുള്ള ചിരിയാണ്. ഇത്രയും ചിരിക്കുന്ന ആളാന്ന് പറയുമോ ഗൈസ്. എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിയാണ് ഗൈസ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിയും കളിയും ചെറുതായിട്ട് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. ഇതാരെ കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നെ കണ്ടിട്ടല്ല കേട്ടോ, നന്ദുവണ്ണനെ കണ്ടിട്ടാണ് ഈ ചിരിക്കുന്നത്. നന്ദുവണ്ണൻ ഇപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. നന്ദുവണ്ണനെ കണ്ടിട്ട് ചിരിക്കുവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കവിളിലൊക്കെ പിടിക്കുവാണ് ഗൈസ്. ഭയങ്കര ചിരിയാണ്, ഭയങ്കര വർത്താനമാണ്. പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിക്കത്തുമില്ല,
സംസാരിക്കത്തുമില്ല. പക്ഷേ ഇടയ്ക്ക് ഈ ബൗ 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 ഇതാണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ബൗ ബൗ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. പിന്നെ പൂച്ചയായിട്ടെന്നും പറയും. നല്ലതായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ അടുത്ത് ചിരിക്കത്തില്ല. ഇത് തന്നെയല്ലേ ഞാൻ ഒന്നും കൂടെ പറഞ്ഞത്. പിന്നെയും ഞാൻ റിവൈൻഡ് ചെയ്യുവാണ്. എന്താ കാര്യം, എല്ലാം കൊണ്ട് റിലേ പോയി കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നന്ദുവണ്ണൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേനും അവിടെ പുട്ടും കടലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുട്ടും കടലയും തിന്നുമായിരുന്നു. ഞാനും വീണയും സുബിനും അഖിൽ ചേട്ടനും പിന്നെ നടേശ്വരൻ മാമനും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ദേവ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഡ്രസ്സ് ഇട്ടിട്ട് സുലാമയെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടി വിക്കകത്ത് സിനിമയൊക്കെ ഇട്ട് കൊടുത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ദേവ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് അഖിൽ ചേട്ടൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പോയപ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുന്ന കണ്ടോ, കുറച്ചൊക്കെ അഖിൽ ചേട്ടനെ കാണുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അഖിൽ ചേട്ടൻ്റെ അടുത്ത് നല്ലതായിട്ട് ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ചിരിച്ചില്ല ഗൈസ്. അത് എൻ്റെ സുബിനാണെങ്കിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരയാൻ വേണ്ടി ഇങ്ങനെ നിന്ന്, പക്ഷേ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ വീണ എടുക്കാൻ അങ്ങോട്ട് ചെന്നു. ഇത്രയും നേരം വീണ എടുത്തില്ലായിരുന്നു. പിന്നെ വീണ എടുത്ത് പോകുന്നില്ല ഗൈസ്. കണ്ടോ, ആദ്യം പോയില്ലായിരുന്നു. ആദ്യം കൈ നീട്ടി പിന്നെ പോയില്ല കേട്ടോ. പിന്നെ അവൾ പറഞ്ഞു കുറച്ച് നേരം കൂടെ ഇരുന്നോളാൻ പറഞ്ഞ്. എന്നിട്ടുണ്ടല്ലോ വീണ പറയുമായിരുന്നു കണ്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അവൾ എടുക്കാൻ ചെന്നപ്പോഴാണ് പെട്ടെന്ന് സുബിൻ്റെ ഉടുപ്പിൽ കയറി പിടിച്ചാൽ കണ്ടോ ഇതുപോലെ പിടിച്ച കണ്ടോ. പിന്നെ അവളുടെ കയ്യിൽ അങ്ങോട്ട് പോകുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ പറഞ്ഞു എന്നാൽ ചേട്ടൻ്റെ അടുത്തിരുന്നോ എന്ന്. എന്നെയാണ് ഗൈസ് ഈ നോക്കുന്നത് കേട്ടോ. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ചെറുതായിട്ടൊന്ന് കരഞ്ഞതുപോലെ എനിക്ക് തോന്നി. കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അത് വെള്ളം വീണയായിരുന്നു. അഖിൽ ചേട്ടനാണെങ്കിൽ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അവിടെ മാങ്ങ എടുത്തു വരുന്നു. അപ്പം ഞാൻ അഖിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അഖിൽ ചേട്ടൻ താഴെ കൊച്ചും ഒരമ്മയും വേറൊരു കൊച്ചും ഒരമ്മയും ഞാനും ഒക്കെ നിപ്പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉമ്മ കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സുബിനാണെങ്കിൽ അവിടെ ബിസ്ക്കറ്റ് കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ബിസ്ക്കറ്റ് തിന്നെയൊന്നുമില്ല. ചെറുതായിട്ട് വേണോ എന്ന് ചോദിച്ചപ്പോഴും വേണ്ടാന്ന് കാണിച്ച്. പിന്നെ ആണെങ്കിൽ ഞാൻ വിളിക്കുവാണ് ഗൈസ് സുബിൻ്റെ കയ്യിൽ നിന്ന് ഒരു രക്ഷയും ഇല്ലാതെ വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ മാത്രമാണോ വരാത്തതെന്ന്. പക്ഷേ ഗൈസ് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിൽ പോകത്തില്ല. ഞാനിപ്പോൾ വീണ വിളിക്കുമ്പോൾ പോത്തേ ഇല്ല. കണ്ടോ കരയുക വരത്തില്ലെന്ന് പറയും. അന്നേരം അഖിൽച്ചേട്ടൻ പറഞ്ഞ് ഞാൻ വിളിക്കാം. അന്നേരം അഖിൽച്ചേട്ടൻ വിളിച്ചിട്ട് ഒട്ടും പോകുന്നതേ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ചാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ പറഞ്ഞു. പിന്നെയും വീണ പിടിക്കുവാണ്, വരുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ സുബിനെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സുബിൻ്റെ കോളറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ ആങ്ങളെയും പെങ്ങളും കൂടെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ എന്നെ കളിയാക്കുവാണ് ഗൈസ്. ആ സമയത്ത് ഒരു പഴഞ്ചൊല്ലി പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ. അഖിൽ ചേട്ടൻ എന്നൊക്കെ പറയും ഇത്രയും കാര്യം ഇവിടെ നടന്നിട്ട് അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമെന്ന് പറയുമായിരുന്നു. സുബിനാണെങ്കിൽ കാല് വെച്ചിട്ടാണെങ്കിൽ വീണ ഇങ്ങനെ ചവിട്ടുമായിരുന്നു. അപ്പം ദേവുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ചിരിയായിരുന്നു അന്നേരം കേട്ടോ. അത് കഴിഞ്ഞിട്ടും അങ്ങ് ചിരിക്കുമായിരുന്നു. അവളിങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദൈവമേ ഇത് കേൾക്കുന്ന വീണ. അഖിൽ ചേട്ടനും വീണയും കൂടെ എന്നെ കളിയാക്കിയാണ് ഗൈസ് ഈ ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ചിരിക്കാൻ എന്തോ ഇരിക്കുന്നെന്ന്. അപ്പം ഇവർ രണ്ടുപേരും എന്നെയാണ് ഗൈസ് കളിയാക്കുന്നത്. ആ കളിയാക്കലിൻ്റെ ചിരിയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് അടി കിട്ടുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. സുബിനാണെങ്കിൽ കുറേ അടി കൊടുക്കുകയാണ്. അപ്പോൾ വീണ പറയുകയാണ് ഇത് നീ ഒരു അവസരമായിട്ട് മുതലെടുക്കുവാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതെന്താ മുഖത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ സുബിൻ പറഞ്ഞാൽ ആ മേളിൽ നിന്നപ്പോൾ അങ്ങോട്ട് വെള്ളം വീണെന്ന്. ഇതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ദേവുവിന് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചവിട്ടിയാക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അഖിൽ ചേട്ടൻ്റെ തലക്കിട്ട് 2-3 ചവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി അങ്ങോട്ട് കാണാം കേട്ടോ. കണ്ടോ ഇതെന്താ വിളിച്ച് കാണിക്കുന്നത് ഈ അഖിൽ ചേട്ടനാണ് ഗൈസ് ഈ കുഴപ്പം ഇത്രയും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അയ്യോ എന്തൊരു പാവം അഖിലെന്ന് പറയും. പക്ഷെ അല്ല ഈ അഖിൽ ചേട്ടനാണ് ഇങ്ങനെ ഞോണ്ടി കിളിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു ദേവുവിനെ ഇനി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണെങ്കിലുണ്ടല്ലോ ദേവ് വന്നതേ ഇല്ല. അപ്പോൾ അഖിൽ ചേട്ടൻ എന്തൊക്കെയോ അവിടെ നിന്ന് കോക്കറി കുത്തുവാണ് കേട്ടോ. വീണ എടുക്കുമ്പോൾ വരത്തില്ല ഗൈസ്, ഒരു വിധത്തിൽ വരത്തില്ല. നല്ല മുറുക്കിയാണ് സുബിൻ്റെ ടീഷർട്ടിന് അതിങ്ങനെ പിടിച്ചേക്കുന്നത്. അപ്പോൾ അഖിൽ ചേട്ടൻ ഇവിടെ ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പം തലയിൽ ചവിട്ടിയപ്പോൾ ദേവുവിൻ്റെ ആ ചിരി കണ്ടോ. ഇതിന് നന്നായിട്ട് ചിരിക്കുമായിരുന്നു. കുറേ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്ങാണ്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അതായിപ്പോയി പറ്റിയത്. അതെങ്ങനെ ഡിലീറ്റ് ആയിപ്പോയെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഡിലീറ്റ് ആയിപ്പോയതാണോ അത് റെക്കോർഡ് ആയില്ലയോ എന്തോ. അതിനകത്ത് നല്ല കുടുകുടാ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തറ ഇറക്കാമെന്ന് പറഞ്ഞതിനാണ് എന്ന് പറഞ്ഞ് കരയാൻ വന്നത് കേട്ടോ. കൊടുത്തേക്കുക കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ദേവ് ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി ഉണർന്നപ്പോഴത്തേനും ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അൽച്ചേട്ടൻ പറഞ്ഞു ഞാൻ പുതിയ റെയിൻകോട്ട് മേടിച്ചിട്ടുണ്ട്. ആ റെയിൻകോട്ട് ഇടുമ്പം നല്ലതായിട്ട് ബോഡി ഹീറ്റ് ആവും. അങ്ങനെ ആദ്യം സുബിൻ ഇട്ടു, അത് കഴിഞ്ഞിട്ട് വീണ ഇട്ടു. എന്നിട്ട് വീണയെടുത്ത് പറയുക നിനക്ക് ഇതുവരെ ഇതിടാൻ അറിയത്തില്ലയോ എന്നൊക്കെ ചോദിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വീണ പറഞ്ഞു എനിക്ക് ഹീറ്റൊന്നും ആവുന്നില്ലെന്ന്. അപ്പോൾ അൽച്ചേട്ടൻ പറഞ്ഞു ഞാൻ ഇട്ട് തരാം, നിനക്കിത് ഇടാൻ അറിയാത്ത നീയാണോ ഒരു ഗർഭിണിയാവുന്നതെന്ന് ചോദിച്ച് പറയുകയാണ്. അത് അവൾ ഓരോന്ന് ഡയലോഗ് തിരിച്ചും പറയുകയാണ്. അവൾ പറഞ്ഞു എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം ഹീറ്റ് ആവുന്നുണ്ടോ. അന്നേരം അവൾ പറഞ്ഞു
ചെറുതായിട്ടാവുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അയൽച്ചേട്ടൻ ആവുന്നില്ലെന്ന് അങ്ങോട്ട് പിന്നെ വീണ പറഞ്ഞപ്പോഴത്തേനാണ് അയൽച്ചേട്ടൻ്റെ മുഖം മാറിപ്പോയത് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓൺ വോയിസ് കൊടുത്തായിരുന്നെങ്കിൽ, ഓൺ വോയിസ് അല്ല സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വോയിസ് കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ച് മരിച്ചേനെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ 2-3 വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.